ചന്ദ്രബോസ് കൊലക്കേസിൽ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ട ബിനൻ അടക്കം 3 ഉദ്യോഗസ്ഥർ നിസാമിനോട് കൈക്കൂലി ചോദിച്ചിട്ടുണ്ടെന്ന് മുൻ സിറ്റി പോലീസ് കമ്മീഷണർ ജേക്കബ് ജോബ്. പണം ആവശ്യപ്പെട്ടത് കേസിൽ പഴുതുകൾ ഉണ്ടാക്കി വെക്കാനായിരുന്നു. പോലീസിൽ പ്രത്യക്ഷമായും പരോക്ഷമായും നിസാമിനെ രക്ഷിക്കാൻ ആളുണ്ടെന്നും ജേക്കബ് ജോബ് പറഞ്ഞു. തൃശൂർ മുൻ സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന ജേക്കബ് ജോബ് കഴിഞ്ഞ ദിവസമാണ് പത്തനംതിട്ടയിൽ വാർത്താ സമ്മേളനം നടത്തിയത്. ചന്ദ്രബോസ് വധക്കേസിൽ തന്നെ അടക്കം സ്വാധീനിക്കുവാനായി പലരും ശ്രമിച്ചിരുന്നു എന്നതായിരുന്നു വാർത്താ സമ്മേളനത്തിലെ ജേക്കബ് ജോബിന്റെ പ്രധാന ആരോപണം. ഇതിനു പിന്നാലെയാണ് മുൻ സിറ്റി പോലീസ് കമ്മീഷണറുമായി റിപ്പോർട്ടർ വാർത്താ സംഘം ഫോൺ സംഭാഷണം നടത്തിയത്. ചന്ദ്രബോസ് വധക്കേസ് അട്ടിമറിക്കപ്പെടുകയാണെന്ന് പറഞ്ഞ കമ്മീഷണർ അന്വേഷണ സംഘത്തിലെ ബിനൻ എന്ന ഉദ്യോഗസ്ഥരടക്കം 3 പേർ നിസാമിൽ നിന്ന് പണം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും പറഞ്ഞു. ഈ ബിനന്റെ പേര് പറഞ്ഞു അവൻ? ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ചിലതൊക്കെയാ അതിനകത്ത്. ഞാൻ എല്ലാം ചെയ്യുന്നൊക്കെ പോലെ ആർക്കും ആകാൻ. FIR-ൽ പഴുതുകൾ ഉണ്ടാക്കുവാൻ വേണ്ടിയായിരുന്നു പണം ആവശ്യപ്പെട്ടത്. ഇവർ മുൻപും നിസാമിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട്. നിസാം തന്നെ ഇക്കാര്യം തന്നോട് വെളിപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ കമ്മീഷണർ പക്ഷേ സ്റ്റേറ്റ്മെന്റ് തരുവാൻ നിസാം തയ്യാറായില്ലെന്നും പറഞ്ഞു. അല്ല, സാറിനൊരു പറഞ്ഞത് വിശ്വസിക്കാമെങ്കിൽ നമ്മൾ ലക്ഷങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒതുക്കി തീർക്കുക എന്നതിനേക്കാളേറെ വീഴ്ചകളൊക്കെ വരുത്താനും രക്ഷപ്പെടുത്താനും. ചന്ദ്രബോസ് വധക്കേസിൽ ജേക്കബ് ജോബിനെതിരെയും നേരത്തെ ആരോപണം ഉയർന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് നിസാമിനെ സഹായിക്കുവാൻ പോലീസിൽ വലിയ സംഘം തന്നെയുണ്ടെന്ന് കമ്മീഷണർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. സംസ്ഥാനം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഇടപെടലുകളാണ് ചന്ദ്രബോസ് കൊലപാതക കേസ് അട്ടിമറിക്കുന്നതിനായി നടന്നുകൊണ്ടിരിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ മുതൽ IPS ഉദ്യോഗസ്ഥൻ വരെ ആരോപണ വിധേയനായിരിക്കുന്നു. ശ്യാമാലഞ്ചേരി, റിപ്പോർട്ടർ, തൃശൂർ.